മണിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ BOT കരാർ സ്വകാര്യ കമ്പനിക്ക് നീട്ടി നൽകാനുള്ള തീരുമാനത്തിൽ പ്രതികരണവുമായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഇക്കാര്യത്തിൽ വ്യവസായ വകുപ്പിന്റെയും ഇലക്ട്രിസിറ്റി ബോർഡിന്റെയും ചർച്ചയ്ക്ക് ശേഷം ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് മന്ത്രി കോഴിക്കോട് പറഞ്ഞു. മണിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് കാർബോറാണ്ടം കമ്പനിയുമായുള്ള BOT കരാർ സർക്കാർ പുതുക്കിയെന്നും അതിൽ അഴിമതിയുണ്ടെന്നും രമേശ് ചെന്നിത്തലയും കെ സുധാകരനും അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത്. ഇതുവരെ കരാർ പുതുക്കി നൽകാൻ തീരുമാനം ആയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. വൈദ്യുതി വകുപ്പ് അവരുടെ അഭിപ്രായം പറഞ്ഞല്ലോ, ഇത് എടുക്കണമെന്ന് പറഞ്ഞു. ഈ ഇൻഡസ്ട്രീസ് വകുപ്പ് അത് നീട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും കൂടി ചർച്ച ചെയ്തിട്ടൊരു തീരുമാനം എടുക്കും. 1994 കമ്മീഷൻ ചെയ്ത മണിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതി കാർബോറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡുമായുള്ള കരാർ ഡിസംബർ 21 അവസാനിക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് കരാർ പുതുക്കുന്നത് സംബന്ധിച്ച ചർച്ച ഉയർന്നു വന്നത്. വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്നത് പൊതുനിലപാടാണെന്നും ഒരു വ്യവസായവും തകർക്കാൻ ലക്ഷ്യമില്ലെന്നും മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞു. അതുകൊണ്ടാണ് കാർബോറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിന്റെ കരാർ നീട്ടണം എന്ന നിലപാടിൽ വ്യവസായ വകുപ്പ് എത്തിയത്. KSEBയുടെ ലാഭം കണക്കിലെടുത്താണ് കരാർ പുതുക്കേണ്ടതില്ലെന്ന നിലപാടിൽ KSEB എത്തിച്ചേർന്നതെന്നും മന്ത്രി പറഞ്ഞു. രണ്ട് വകുപ്പുകളും യോഗം ചേർന്ന് കൂടിയാലോചനകൾ നടത്തിയ ശേഷം മുഖ്യമന്ത്രി ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വ്യവസായത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ രാജീവ് മിനിസ്റ്ററല്ല ചെയ്യേണ്ടത്, അവരുടെ പ്രോത്സാഹനം കിട്ടാൻ അദ്ദേഹമാണല്ലോ ചെയ്യേണ്ടത്. ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നം നമ്മൾ പറയും. ഇപ്പോൾ രണ്ടും കൂടി ഒരു തീരുമാനം എടുക്കാൻ മുഖ്യമന്ത്രിക്കല്ല അധികാരമുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.